എന്നും പട്ടിക്കുട്ടൻ മീൻ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്നല്ലേ എല്ലാവരും കാണുക. അപ്പോൾ ഇന്ന് പട്ടിക്കുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ബ്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാബുവേട്ടൻ ഇവിടെ ഇല്ല, കടയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബിസ്ക്കറ്റും, അപ്പോൾ എന്നാൽ തന്നെ ബിസ്ക്കറ്റ് കൊടുക്കണ്ട വിചാരിച്ചിട്ട് ബിസ്ക്കറ്റിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കൊടുത്തു കേട്ടോ. പാൽ ഒഴിച്ചപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നില്ല. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ ബബിൾ കുട്ടനെയും ബേക്കറി കുട്ടനെയും പട്ടിക്കുട്ടനും ഭയങ്കര പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബബിൾ കുട്ടനും ബേക്കറി കുട്ടനും ഈ പട്ടിക്കുട്ടനും പേടിയാണ്. പക്ഷേ ഇവർ അങ്ങടും ഇങ്ങടും പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സത്യത്തിൽ രണ്ട് കൂട്ടർക്കും പേടിയാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയിട്ട് വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കോളം ഇങ്ങോട്ട് വരില്ല. അപ്പോഴേക്കും നമ്മുടെ പട്ടിക്കുട്ടൻ പാലും ബിസ്ക്കറ്റും കൂടിയും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പാലൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ബിസ്ക്കറ്റൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ കൊടുക്കുക, എന്നും ബ്രെഡ് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ഇന്നും ബ്രെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്ന ദിവസമൊക്കെ അങ്ങനെ അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ പട്ടിക്കുട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിങ്ങനെ തലയൊക്കെ ചിരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും. അത് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിങ്ങനെ തല ചെരിച്ച് പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ തല കറക്കി നോക്കണ കാണാം കേട്ടോ. അപ്പോഴേക്കും ആ മല്ലനും വില്ലനും കൂടി കാറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ അവിടെ കൊടുക്കണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പട്ടിക്കുട്ടനെ പ്ലേറ്റിൽ തുടച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റ് താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇവരെ കൂട്ടിയിട്ട് വർക്കേരിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പട്ടിക്കുട്ടൻ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ കിടക്കണോണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷമാണ് കേട്ടോ. കാരണം ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുണ്ടല്ലോ, ഫുഡ് തരാനൊരു വീടുണ്ടല്ലോ എന്നുള്ള സന്തോഷ സമാധാനം സത്യമായിട്ട് എൻ്റെ മുഖത്തുണ്ട് കേട്ടോ.